നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പെയിൻറ്റ് യൂസ് ചെയ്യാത്ത ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് പേപ്പർ ആവശ്യമുണ്ട്, ഒരു മാർക്കർ അല്ലെങ്കിൽ പെന്ന്, പിന്നെ കുറച്ച് പശ വേണം, ചായപ്പൊടി, പിന്നെ ഇതേപോലത്തെ ചാക്കുനൂല്. ഇത്രയും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ആദ്യം ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് നമുക്ക് വേണ്ട ചിത്രം ഇതുപോലെ വരച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ വരയ്ക്കുന്നത് കപ്പലും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചിത്രങ്ങളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ട്രേസ് എടുത്തിട്ട് അതുപോലെയും വരയ്ക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ 4 ചിത്രം ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ചായപ്പൊടി തിളപ്പിച്ചാറിയ വെള്ളമാണിത്. ഇതിലോട്ട് നമ്മൾ ഈ പേപ്പർ മുക്കി വെച്ചെടുക്കാൻ പോവുകയാണ്. എത്ര നേരം നമ്മൾ ഈ പേപ്പർ ചായവെള്ളത്തിൽ മുക്കി വെക്കുന്നോ അതിനനുസരിച്ച് ഇതിൻ്റെ കളർ ഇങ്ങനെ കൂടി വരും. നമുക്ക് അത്യാവശ്യം കുറച്ച് ഡാർക്ക് ഷെയ്ഡുള്ള കളറാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 മിനിറ്റോളം പേപ്പർ ഇങ്ങനെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പേപ്പറിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഇതുപോലെ ചായയുടെ വെള്ളം ആക്കിയതിന് ശേഷം നമ്മൾ ഈ പേപ്പറിനെ ഉണങ്ങാൻ വേണ്ടി വെക്കുകയാണ്. പേപ്പർ നല്ലപോലെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു കളർ നമുക്ക് കിട്ടും. അതിനുശേഷം പേപ്പർ നമ്മൾ ഇതുപോലെ മടക്കി നല്ലപോലെ ചുരുട്ടിയെടുക്കണം. പഴയ ഒരു പേപ്പറിൻ്റെ പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ പേപ്പർ ചീന്തി പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടോ, അപ്പോൾ ഇതുപോലത്തെ ഒരു ലുക്ക് കിട്ടും നമ്മുടെ പേപ്പറിന്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ട് ഇതിന് മുകളിലോട്ട് നമ്മൾ ഈ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളാണ്. പേപ്പറിൻ്റെ ബാക്കിലായിട്ട് നല്ലപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പേപ്പറിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ ആ ഒരു സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ചെറിയ ബോട്ടിലാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ പേപ്പർ യൂസ് ചെയ്താൽ മതി. നമ്മൾ പശ തേക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഈ പേപ്പറിൻ്റെ എല്ലാ എൻഡിലും നല്ലപോലെ തേച്ച് കൊടുക്കണം, നല്ല രീതിക്ക് ഒട്ടാൻ വേണ്ടിയിട്ട്. ഇനി പശ നല്ലപോലെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മളിനി ഇത് ബോട്ടിലിന് മുകളിൽ ഒട്ടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതുപോലെ നമുക്ക് ബോട്ടിൽ വേണ്ട സ്ഥലം നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഈ പേപ്പർ ബോട്ടിലിന് മുകളിൽ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. ഇനി മറ്റേ ഭാഗത്തും ഇതുപോലെ പശ തേച്ചിട്ട്
നമ്മൾ ഈ പേപ്പർ ഇതിന് മുകളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നിങ്ങളപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമൻസ് എല്ലാം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. ഇതിങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ എല്ലാ ഭാഗവും ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക, പേപ്പർ നല്ലപോലെ ബോട്ടിലായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ട്. ഇനി ബോട്ടിലിൻ്റെ നെക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ സാധാ ടൈപ്പ് ചാക്കുനൂലാണ്. ഇത് യൂസ് ചെയ്തിട്ട് ബോട്ടിലിൻ്റെ നെക്ക് നല്ലപോലെ ചുറ്റി കൊടുക്കുക. ചുറ്റി കൊടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് ചുറ്റണം, അതേപോലെ ഗ്യാപ്പൊന്നും അധികം വരാൻ പാടില്ല. അപ്പോൾ ഇതേപോലെ കർവുള്ള ഭാഗം വരുമ്പോൾ നമുക്ക് ചുറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഇതേപോലെ നൂല് ഫിക്സ് ചെയ്തിട്ട് പിന്നെ ചുറ്റി പോവുക. അപ്പോൾ നമുക്ക് ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ടാവും. ഏകദേശം ഇതുവരെ ചുറ്റിയതിന് ശേഷം നൂല് കട്ട് ചെയ്തിട്ട് നമുക്കത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ബോട്ടിലിൻ്റെ ബോട്ടത്തിലും ഞാൻ ഈ ചാക്കുനൂല് ഇങ്ങനെ ചുറ്റുവാണ്, കണ്ടോ. അപ്പോൾ താഴത്തും അതേപോലെ നെക്കിലുമായിട്ട് നമ്മൾ നല്ലപോലെ ചാക്കുനൂലൊക്കെ ചുറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് സാധാ ടൈപ്പ് ചാക്കുനൂലായതുകൊണ്ട് ഇതേപോലത്തെ നാരുകളൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി നമ്മൾ ഒരു സിഗർ ലൈറ്റ് യൂസ് ചെയ്തിട്ട് അതെല്ലാം ഇതുപോലെ കരിയിച്ച് കൊടുക്കുക. വാട്ടറും ഫെവിക്കോളും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫെവിക്കോൾ പേസ്റ്റാണിത്. ഇത് നമ്മൾ ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. വാർണിഷ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാർണിഷ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വാർണിഷ് അടിച്ച് കൊടുക്കുക. അപ്പോൾ കുറേ കാലത്തോട്ട് ബോട്ടിൽ ഇതുപോലെ തന്നെ ഇരിക്കും. ഇതാണ് നമ്മളിന്ന് ചെയ്ത ബോട്ടിൽ ആർട്ട്. ഈ ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.